ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നതേ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കടം കൂടാതെ ജീവിക്കുക എന്നുള്ളത്. നമുക്ക് കുറച്ചേ ഉള്ളൂവെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കടമില്ലാതെ ഒരു സമാധാനമായിട്ട് ഒരു രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിലവിൽ കടമുള്ള എല്ലാ ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ, ഇതൊന്ന് അടഞ്ഞ് എത്രയും പെട്ടെന്നൊന്ന് തീർത്ത് സമാധാനം ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ. ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ചാലേ, ഒരു മാസം മുമ്പ് കടത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞപ്പോ എന്നെ അറിയുന്ന വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ചേച്ചിയാണ്. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ മോളെ, നിലവിൽ കട ഉള്ളവർക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നേ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഒരു സമാധാനവും ഇല്ല. ഇനിയുണ്ട് 15 വർഷങ്ങൾ കൂടി. എത്ര അടച്ചാലും പലിശ മാത്രമേ ആകുന്നുള്ളൂ. അത് ആ മുതലിലേക്ക് തൊടുന്നു പോലും ഇല്ല. നിലവിൽ ഇപ്പോഴും കുറെ വർഷങ്ങളായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പോലുള്ളവർക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നേ? എത്ര കിട്ടിയാലും ലോൺ അടയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ഇത് കണ്ടത്. ഒരു ട്രോളാണ്, മറ്റൊന്നുമല്ല, ഇന്ത്യക്കാരെയും അമേരിക്കക്കാരെയും കുറിച്ച് പറയുന്നതാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് 100%, അതായത് അവർക്ക് കിട്ടുന്ന സാലറിയിൽ 99% EMI അടയ്ക്കാനും 1% ചായ കുടിക്കാനെന്ന് പറഞ്ഞിട്ട്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളാണ് 50% അവർ ചെലവഴിക്കുന്നു, പിന്നെ അവർ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ സേവിങ്സിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്നു എന്നുള്ളത്. അപ്പോ അത് വെറുതെ ഒന്ന് കണ്ടപ്പോൾ ഒരു രസമായിട്ട് തോന്നിയെങ്കിൽ പോലും അതിനകത്ത് ഒരു സത്യമില്ലേ എന്ന് നമുക്ക് തോന്നും. ശരിയല്ലേ? അപ്പോ ഇന്നത്തെ വീഡിയോ നിലവിൽ കടബാധ്യതയുള്ള ആളുകൾക്ക്, അതായത് ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ നമുക്ക് ആ ഇൻകത്തെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം, ഇനി ലോൺ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി പ്രയോജനപ്രദമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയില് ഞാന് ഇപ്പൊ കോളേജിലെ കുട്ടികൾക്ക് എടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു അക്കാദമിക്കലായിട്ടുള്ള രീതിയിലോ സെമിനാർ ആയിട്ടുള്ള രീതിയിലോ ഒന്നുമല്ല ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സബ്ജക്റ്റ് വൈസ് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതില് സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതേക്കുറിച്ചൊന്നും പ്രത്യേകിച്ച്, അതായത് ഒരു കോമൺ മാന് പോലും മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ പറയാം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഉപയോഗിക്കുന്ന അക്കാദമിക്കലി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇക്വേഷനുകളോ കാര്യങ്ങളോ പെർസെൻറ്റേജ് ഒന്നും വെച്ചുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. എന്താണ് ലോൺ എന്നുള്ളത് തന്നെ ആദ്യം പറയാം. ലോൺ എന്ന് പറയുന്നത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തെ നികത്തുന്ന ഒരു സ്രോതസ് മാത്രമാണ് ലോൺ എന്ന് പറയുന്നത്. ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് ലോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പെർമനന്റ് സൊല്യൂഷൻ ഫോർ യുവർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. പലരും തെറ്റിദ്ധരിക്കുന്നത് അവിടെയാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസമാണ് ലോൺ എടുക്കുന്നത് എന്നുള്ളതാണ്. അതൊരിക്കലും ശാശ്വതമായ പരിഹാരമല്ല, പെർമനന്റ് സൊല്യൂഷനുമല്ല. ഇനി ഈ വീഡിയോ കാണുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് പിന്നെ ആരും ലോൺ എടുക്കാതെയാണോ ഈ ലോകത്ത്, പിന്നെ എന്തിനാണ് ബാങ്കുകളൊക്കെ ഇവിടെ ലോൺ കൊടുക്കുന്നത് എന്നൊക്കെ. തീർച്ചയായിട്ടും ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നും നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുള്ളതല്ല. 18ാം നൂറ്റാണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത് ബാങ്കുകളാ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അന്നത്തെ കാലത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകള് അല്ലെ, അന്നും കർഷകരെ ഇതുപോലെ തന്നെ കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുത്തുകൊണ്ട് കടക്കണയിൽപ്പെടുത്തുന്ന ഒരു അവസ്ഥ അന്ന് തുടങ്ങിയുണ്ട്, പണ്ട് തുടങ്ങിയുണ്ട്. ഇപ്പൊ അത് ബാങ്കുകളാണ് ചെയ്യുന്നതെന്ന് മാത്രം. അത്രയും കൊള്ളപ്പലിശ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. കൊള്ളപ്പലിശ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ലെൻഡേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നിയമം അതിനായിട്ടുണ്ടല്ലോ, ആ നിയമത്തിന്റെ ഒരു പരിരക്ഷ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ലോൺ എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഇത് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ സൂചിപ്പിക്കാം. എന്താണ് ലോൺ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം ഒരാവശ്യം, ഒരു ഹയർ എഡ്യൂക്കേഷന് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ലൊരു മാരേജ് പ്രപ്പോസൽ വന്നു.
അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉടനടി ഒരു വീട് എന്ന് പറയണത്, കാരണം ഇനി വാടക വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് നിവൃത്തിയില്ലാതായി കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു വീടെന്ന് പറയുന്നത് നേടിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഇതെല്ലാം ഓൺ ഫണ്ട് കൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഓൺ ഫണ്ട് സഫിഷ്യന്റ് ആയി എന്ന് വരില്ല. നമ്മുടെ സേവിങ്സ്, നമ്മുടെ സാലറി, നെറ്റ് ഇൻകം, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ചിലപ്പോൾ ഗോൾഡോ കാര്യങ്ങളോ, ഇതൊന്നും ചിലപ്പോൾ ആ ഒരു വലിയ ആവശ്യത്തെ നിറവേറ്റാൻ സഫിഷ്യന്റ് അല്ലാതെ വരുമ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ലോൺ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 20 ലക്ഷം എത്രയാണ് എങ്കിലും നമ്മുടെ അതായത് നമ്മളെ ഒരു സെക്യൂരിറ്റി ഈടായിട്ട് വെച്ചുകൊണ്ടാണല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു തുക നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ പെട്ടെന്ന് ലഭ്യമാകുന്നു. മനസ്സിലായല്ലോ? ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ പെട്ടെന്ന് നമുക്കത് ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു സോഴ്സ് ആണ് ലോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ കാലക്രമേണ ഓരോ വർഷവും കുറേശ്ശെ സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 10-15 വർഷം കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു വലിയ തുകയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഉടനടി നടക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ, വരുന്ന 1-2 വർഷത്തിനകം നടക്കേണ്ടതായ ഒരു ആവശ്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ബാങ്കുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും, ലോണുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഇനി അപ്പൊ നമുക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾ നടന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരിക്കൽ ലോൺ എടുത്തിട്ടുള്ള ഒരു വ്യക്തി അടുത്ത മാസം തുടങ്ങി എന്ത് ചെയ്യണം? അതിന്റെ തിരിച്ചടവുകൾ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെ? 10 വർഷമായിരിക്കാം, 20 വർഷമായിരിക്കാം, 5-6 വർഷങ്ങൾ കൊണ്ടുള്ളതും ഉണ്ടാകും, എടുത്തിരിക്കുന്ന തുകയനുസരിച്ചൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഒരു ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് മാറുകയാണ് ആ വ്യക്തി. കാരണം അടുത്ത മാസം തുടങ്ങി ഈ എമൗണ്ട്, ഇപ്പൊ 10,000 ആയിരിക്കാം, 15,000 ആയിരിക്കാം മാസം തോറും ബാങ്കിലേക്ക് അടക്കേണ്ടതെന്ന് വരുമ്പോ ആ ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ആ വ്യക്തിക്ക് എന്തായാലും ജോലിക്ക് പോയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇൻകത്തിന് വേണ്ടി ആ വ്യക്തി പ്രയത്നിക്കും. ഇപ്പൊ 25,000 രൂപ മാസ ശമ്പളമുള്ള ഒരു വ്യക്തിക്ക് 15,000 രൂപ വെച്ച് മാസം ലോണിന് ഒരു അടവ് വരുന്നു എന്ന് പറയുമ്പോൾ മിച്ചം 10,000 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ ആ വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വീണ്ടും അത് സഫിഷ്യന്റ് അല്ലാതെ വരുമ്പോൾ 25,000-ൽ നിന്നും കുറച്ചുകൂടി നല്ല സാലറി ഉള്ള ഒരു ജോബ്, ഒരു 35,000-40,000 രൂപയൊക്കെ സാലറി ഉള്ള ഒരു ജോബിന് വേണ്ടിയിട്ട് ആ വ്യക്തി എന്ത് ചെയ്യും? പ്രയത്നിക്കും. ഓക്കെ, അപ്പോ അതും ഒരു ഘടകമാണ്. എല്ലാ മാസവും നമുക്ക് ആ ഒരു ഇൻകം വേണം, കാരണം ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ, എനിക്ക് ഇത്ര രൂപ എനിക്ക് സാലറി അതിനകത്ത് കിട്ടിയേ പറ്റൂ, എനിക്ക് ഇത്ര രൂപ അടുത്ത മാസത്തേക്ക് ഉണ്ടാക്കിയേ പറ്റൂ എന്ന ഒരു ചിന്താഗതി ആ വ്യക്തിയിൽ വരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് എന്തിനാ ഇപ്പൊ ജോലിക്ക് പോയിട്ട്, വലിയ കാര്യമൊന്നുമില്ല, ഒരു 3-4 വർഷമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും മടി പിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. എല്ലാവരുടെയും ഒന്നും അല്ല കേട്ടോ പറയുന്നത്. ഇത് പറയുമ്പോ അവിടെ ഇവിടെയൊക്കെ ചില ആളുകൾക്ക് ഒരു മൈനോറിറ്റി വിഭാഗം അങ്ങനെയും ഉണ്ട് എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ ലോൺ എന്താണെന്നും പറഞ്ഞു, ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജും പറഞ്ഞു. എന്നാൽ ഇതിനേക്കാൾ ഉപരി വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെ, ഇതിന് പോരായ്മ എന്നുള്ളതല്ല, ഇതിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വശം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു, അതിന് എത്രത്തോളം തുക വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ഓൺ ഫണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനിയുള്ള ഒരു തുകയെ മാത്രമേ നമ്മൾ ഒരു ലോൺ എമൗണ്ട് കൊണ്ട് നമ്മൾ വീട്ടാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈടായിട്ട് വെക്കുന്ന ഒരു സെക്യൂരിറ്റി കൊടുത്തു കഴിയുമ്പോൾ ആ സെക്യൂരിറ്റി ബാങ്ക് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താ ബാങ്ക് നമുക്ക് നൽകുന്ന പോസിറ്റീവായിട്ട് ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അതിനകത്തുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യതയുണ്ട്, ഇത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ഞങ്ങൾ തരാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, അതാണ് നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ അർത്ഥം. അപ്പൊ അതിൽ തന്നെ ഒരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട്, നമുക്ക് അത്രയും തുക ലഭിക്കാനുള്ള യോഗ്യതയുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം അവിടെ ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എത്ര ലക്ഷം വരെ നമുക്ക് അവൈലബിൾ ആയി കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോ ഒരു 20 ലക്ഷം രൂപ വരെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് 10 ലക്ഷത്തിന്റെ ആവശ്യകതയേ ഉള്ളൂ എങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്നാ ഒരു 15 ലക്ഷം വരെ എടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം അപ്പോൾ കിട്ടുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മളുടെ ചിന്തയിലേക്ക് വരുള്ളൂ. ഇത് കൊടുക്കേണ്ടതാണ്, ഇതൊരു ബാധ്യതയാണ് എന്ന വശം നമ്മൾ അവിടെ ചിന്തിക്കാതെ പോകുന്നിടത്താണ് കടബാധ്യത വരുന്നത്. രണ്ടാമത്,
ഇനി പറയുന്നൊരു കാര്യം, നമ്മൾ ലോൺ എടുക്കാൻ തുടങ്ങുന്നവർക്ക് മുമ്പായിട്ട് ഞാൻ പറയാം, അതായത് ഈ ലോൺ എടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളുകളാണ് എങ്കിൽ നമുക്ക് ഒരു മാസം കിട്ടുന്ന പണത്തിന്റെ എത്രയാണ് നമ്മുടെ നെറ്റ് ഇൻകം നോക്കുക. സാധാരണ രീതിയിൽ എപ്പോഴും പറയും, നെറ്റ് ഇൻകത്തിൽ നിന്ന് നമ്മുടെ കറണ്ട് കൺസംഷൻ കഴിച്ച് മിച്ചമുള്ളതാണ് സേവിങ്സ് എന്ന് പറയുന്നത്. എത്ര ആളുകൾക്ക് സേവിങ് ഹാബിറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ ഇന്ത്യക്കാരില് സേവിങ് ഹാബിറ്റ്, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനിൽ സേവിങ് ഹാബിറ്റ് ഉള്ളവർ നേരത്തെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് അതിന്റെ റേറ്റ് കുറവാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കൃത്യമായിട്ട് ഇപ്പൊ ഒരു മാസം ഒരു 1,00,000 രൂപ സാലറി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആദ്യം ആ വ്യക്തി ഡിവൈഡ് ചെയ്യേണ്ടത് തന്റെ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന ഇൻകത്തിൽ നിന്നും ഇപ്പൊ കമ്പനി അതിന്റെ PF അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ESI അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന എമൗണ്ട്, ആ എമൗണ്ടിൽ നിന്നും നമ്മുടെ കറണ്ട് കൺസംഷൻ ഇപ്പോൾ നമ്മൾ ചെലവാക്കേണ്ടതായ തുക എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത്യാവശ്യം, ആവശ്യം, ആഗ്രഹം. ഇത് 3 നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് അത്യാവശ്യം എന്നുള്ളതിൽ വരിക? അത്യാവശ്യത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഫീസ് നിലവിലുള്ളത്. ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലാണ് ഞാൻ പറയണത്. നിലവിൽ ഏതെങ്കിലും ഇപ്പൊ കാറോ അല്ലെങ്കിൽ ബൈക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു വീടോ ഒക്കെ നേരത്തെ എന്തെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ EMI മാസം നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു തുകയുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ്. കാരണം എന്താ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടച്ചില്ല എങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എന്തും നമ്മുടെ അത്യാവശ്യത്തിൽ വരും, അല്ലെ? കുട്ടികളുടെ സ്കൂൾ ഫീസ് കൃത്യമായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന ബാങ്കിലേക്കുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് EMI കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് നമ്മളിൽ നിന്ന് പോകുന്ന ഒരു തുകയാണ്, അത് അത്യാവശ്യമാണ്. കറണ്ട് ചാർജ്, അതുപോലെ ഗ്യാസ്, കുക്കിംഗ് ഗ്യാസിനുള്ളത്, പിന്നെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ളത്, ഗ്രോസറി കാര്യങ്ങൾ, ഇതിനൊക്കെ ആയിട്ട് വരുന്നത്, ഇതെല്ലാം അത്യാവശ്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. മെഡിക്കൽ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതും അത്യാവശ്യം തന്നെയാണ്. പ്രായമായിട്ടുള്ള പാരൻസ് ഉണ്ട്, അവർക്ക് നമ്മൾ മരുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസം ചിലപ്പോൾ 1000-2000 രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ അതും അത്യാവശ്യമാണ്, നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അത്യാവശ്യം എന്നുള്ള ലിസ്റ്റ് നമ്മൾ ചെയ്തു. അടുത്ത 2ാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ആവശ്യങ്ങളാണ്. എന്തൊക്കെയാണ് ആവശ്യങ്ങള്? ഇപ്പൊ ഈ മാസം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങളുടെ റിലേറ്റീവിന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെയോ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു കല്യാണോ അതിന് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അത് ആവശ്യമാണ്, അത്യാവശ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തവണ പോകണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിരുന്നതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആവശ്യം എന്നുള്ള കാര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് വരും. പിന്നെ എന്താണ്, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ചെല്ലുമ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിന് എക്സ്പെൻസ് വരും. അതെല്ലാം ആവശ്യം എന്നുള്ള കാറ്റഗറിയിലേക്ക് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ പത്രം, പാല്, കേബിൾ, ഇതെല്ലാം ആവശ്യമാണ്, അത്യാവശ്യം എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യത്തിൽ വരും. അതും കഴിഞ്ഞാൽ 3ാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ആഗ്രഹം എന്നുള്ളതിലേക്ക് വരും. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് പണമുണ്ടെങ്കിൽ ആഗ്രഹങ്ങളും ഉണ്ട്, അല്ലെ? ഇത്ര രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു യാത്ര പോകുന്നത്, ഒരു ട്രിപ്പ് ടൂർ പോകുന്നതായിരിക്കാം, ഒരു ഡ്രസ്സ് വാങ്ങുന്നതായിരിക്കാം, പുറത്തു പോയി സിനിമ ഫാമിലിയും കൂട്ടി ഒന്ന് പോയി സിനിമ കാണുന്നതായിരിക്കാം. ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ 4 പേര് പോയി ഒരു സൺഡേ പോയി ഫിലിം കണ്ടു വരുമ്പോൾ തന്നെ 1000-1500 രൂപ എന്തായാലും ചെലവാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ആഗ്രഹങ്ങളിൽ വരണതാണ്. പുറത്തു പോയി ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് പുറത്തു പോയി ഫുഡ് കഴിക്കാം, ഇതെല്ലാം ആഗ്രഹങ്ങളുമാണ്. ഇതിനൊക്കെയാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത്, ഇതിനൊക്കെയല്ലേ നമ്മൾ ആവുന്ന കാലത്ത് നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത്. ആഗ്രഹങ്ങളും സാധിക്കണം തീർച്ചയായിട്ടും, അല്ലെ? ഈ 3 ഹെഡിങ്ങിലും കൊടുത്തേക്കുന്നത് നിങ്ങൾ അടുത്ത മാസം ഇപ്പൊ ഓഗസ്റ്റിലേക്കുള്ള സാലറി നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് ഈ ജൂലൈയിൽ തന്നെ നിങ്ങൾക്ക് ഇത് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും ആ നെറ്റ് ഇൻകത്തിൽ നിന്ന് ഇതെല്ലാം കൺസംഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ കൺസംഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ 0 ആയിരിക്കും, ചിലപ്പോൾ മൈനസ് ഫിഗർ ആയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സേവിങ്സ് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ സേവിങ്സിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നെറ്റ് ഇൻകം മൈനസ് സർട്ടൻ പെർസെന്റേജ് ഓഫ് സേവിങ്സ് ഈസ് ഈക്വൽ ടു കൺസംഷൻ എന്ന് പറയും. ഞാൻ വലിയ കാര്യങ്ങളൊന്നും അല്ലാട്ട് പറയണേ. നമ്മുടെ നെറ്റ് ഇൻകത്തിൽ നിന്നേ ഒരു 10% 10% നമ്മൾ സേവിങ്സിനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി 90% നമുക്ക് ചെലവഴിക്കാം. ഓക്കെ,
അപ്പൊ ആ 90% വേണം നമ്മൾ ഇതുപോലെ അത്യാവശ്യം, ആവശ്യം, ആഗ്രഹം എന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വിചാരിക്കും അത്യാവശ്യങ്ങൾക്ക് പോലും ഞങ്ങൾക്ക് തികയുന്നില്ല, ഒരു 20,000 രൂപ സാലറി ഉള്ളൂ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വാടകയ്ക്കാ, 20,000 രൂപ സാലറി ഉണ്ട്, 10,000 രൂപ വാടക കൊടുക്കാൻ തന്നെയാവും, കുട്ടികളുടെ ഫീസ് കാര്യങ്ങളായിട്ട് മന്ത്ലി ഒരു 3,000 രൂപ പോകും, പിന്നെ കറണ്ട് ചാർജ് ആയി, ഈ പറയുന്ന കാര്യങ്ങൾക്ക് ചെലവുകള്, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ടല്ലോ, ജോലിക്ക് പോകണം വരണം, ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് പോലും, ആഗ്രഹങ്ങൾക്ക് പോലും എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾ എന്താ ചെയ്യുക? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇപ്പൊ ഉള്ള തുക നിങ്ങൾക്ക് സഫിഷ്യന്റ് അല്ല എന്നാണ് അർത്ഥം. അപ്പൊ ഒരിക്കലും അടുത്ത ഫർദർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ലോൺ എടുക്കുക എന്നുള്ളതല്ല, അഡീഷണൽ ഇൻകം കണ്ടെത്താനുള്ള സോഴ്സുകൾ. ഇപ്പൊ ഫാമിലിയിൽ ഒരാളാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ 2 ആള് ജോലിക്ക് പോയേ മതിയാകുള്ളൂ അങ്ങനെയുള്ള ഫാമിലിയിൽ. ഇനി അതർവൈസ് അല്ല എങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് അല്ലെ. യൂട്യൂബ് തന്നെ അതിനൊരു മാർഗമാണ്. ഇനി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇപ്പൊ ഈ പിക്കിൾസ് അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് സെയിൽ ചെയ്യുന്നത് അതൊരു മാർഗമാണ്. തയ്ക്കാൻ അറിയാവുന്ന സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരുന്ന ടൈലറിംഗ് യൂണിറ്റുകൾ അങ്ങനെയുള്ളത് അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻകം ഏൺ ചെയ്യണം. അപ്പൊ അഡീഷണൽ ഇൻകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഒന്നുകിൽ. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ അത്യാവശ്യം എന്നുള്ളതിൽ നിന്ന് റിഡക്ഷൻ ആണ്. എന്താ റിഡക്ഷൻ? 10,000 രൂപ വാടകയാണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും സൗകര്യവും നല്ല വീടും ഒന്നും കിട്ടിയെന്ന് വരില്ല, പക്ഷെ ഒരു 5,000, 6,000 രൂപയ്ക്കുള്ളതിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയുമ്പോ നമ്മൾ അവിടെ ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യണം, ഇതല്ലാതെ നമുക്ക് വഴിയില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ, കാരണം നമ്മുടെ ഇൻകം അതിനനുസരിച്ചുള്ളൂ, അതാണ് ഇൻകം അനുസരിച്ച് തന്നെ നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ. 20,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് ഒരിക്കലും 40,000, 50,000 രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിയെ പോലെ ജീവിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ കടബാധ്യതകളെ ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്നെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് റെഡ്യൂസ് ചെയ്യുക തന്നെ വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒക്കെ 20,000 കൊണ്ട് തികയുന്നില്ല, ഒരു 5,000, 6,000 കൂടെ മാസം കിട്ടാതെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള രീതിയിലാണ് എങ്കിൽ അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയോ ചെയ്യാം. ഈ 2 മാർഗങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറഞ്ഞ ലോൺ എന്താന്ന് പറഞ്ഞു? താൽക്കാലികമായ ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ്, ഒരിക്കലും പെർമനന്റ് സൊല്യൂഷൻ അല്ല. ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു, ഇനി സമാധാനമായി, ഇത്ര എമൗണ്ട് കിട്ടിയല്ലോ എന്നൊരിക്കലും ചിന്തിക്കരുത്. അത് താൽക്കാലികമാണ്, പെർമനന്റ് സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കാണുക. നമ്മുടെ ഓൺ ഫണ്ടും ബോറോഡ് ഫണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുക. സ്വന്തമായിട്ട് നമുക്കുള്ളതും ഇനി എത്രത്തോളം കൂടി നമുക്ക് ബോറോ ചെയ്യണം എന്നുള്ളത്. ആ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതെങ്ങനെ നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് മാറ്റി വെക്കാം, അതാണ് ആകെ കിട്ടുന്ന നമ്മുടെ വരുമാനത്തിന്റെ 60% മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, അത്യാവശ്യങ്ങൾക്കായി നമ്മൾ മാറ്റി വെക്കാവുള്ളൂ. ഈ അത്യാവശ്യത്തിൽ ലോൺ അടവും വരും കേട്ടോ. അപ്പൊ അങ്ങനെ നിലവിലുള്ള കടബാധ്യതയുള്ള ആളുകൾക്കാണ് ഞാൻ പറയണത്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആകെ ഇൻകത്തിന്റെ ഒരു 60% നിങ്ങൾക്ക് അത്യാവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കാം. ഒരു 20% എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കാം. ഒരു 10% എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. പിന്നെ ഉള്ള ഒരു 10% സേവിങ്സ് അതെന്തായാലും വേണമെന്ന് ഞാൻ പറയാൻ കാരണേ, വലിയ വലിയ കോടികള് ടേൺ ഓവർ ഉള്ള കമ്പനികൾ പോലും മുഴുവനും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാറില്ല. അവർ ഒരു ഭാഗം റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് നിലനിർത്തും. എന്തിനു വേണ്ടിയാ? നാളെ ഒരു കാലത്ത് എന്താണ് എക്കോണമി എങ്ങനെ പോകുന്ന അവർക്ക് പോലും അറിയില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു ക്രൈസിസിനെ മുന്നിൽ കണ്ടുകൊണ്ട് കമ്പനി റീറ്റെയിൻ ചെയ്യും, അവരുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം അവർ റീറ്റെയിൻ ചെയ്യും, നിലനിർത്തും അവിടെ. അത് മുഴുവൻ അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല ആ ടൈമില്. ഇനി ഹൈ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണെങ്കിൽ ആ ഡിവിഡൻഡിന്റെ അളവ് കുറച്ച് കുറയ്ക്കും. ഇതൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ്. പിന്നെ എന്താണ്, നമ്മൾ ഒരു ചെറിയൊരു ഫാമിലി നടത്തിക്കൊണ്ട് പോകുന്ന നമുക്ക് അത്രയും ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ലക്ഷക്കണക്കിന് ആളുകളുള്ള കമ്പനി പോലും അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
4 5 പേര് മാത്രം അടങ്ങുന്ന ഒരു കുടുംബത്തെ നമുക്കും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഉള്ള ടൈമിൽ, നല്ല ഇൻകം ഉള്ള ടൈമിൽ നമ്മൾ സേവിങ്സ് ആയിട്ട് വെച്ചാലേ നാളെ ഒരു കാലത്ത് പെട്ടെന്ന് പ്രൈവറ്റ് ജോബ് ഒക്കെ ആണെങ്കിൽ, ജോബ് ഇല്ലാത്തൊരു സാഹചര്യം വന്നു അടുത്ത ജോബ് കണ്ടുപിടിക്കുന്ന വരെയുള്ള സമയത്തിലൊക്കെ നമുക്കൊന്നും വേറൊരു കടബാധ്യതയെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നമ്മളാവുന്ന കാലത്ത് സമ്പാദിച്ചു വെച്ചത് തന്നെ നമുക്ക് എപ്പോഴും പ്രായമാകുമ്പോൾ, ഒരു ഏജ് കഴിയുമ്പോൾ, റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് കഷ്ടപ്പെടാനുള്ള പ്രായമല്ല. ഇത് ഒരു 20 വയസ്സ് തുടങ്ങി നമ്മൾ അധ്വാനിക്കുന്ന കാര്യങ്ങളും ഈ രീതിയിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിക്കൊണ്ട് നമ്മൾ യുക്തിപൂർവം പണത്തെ വിനിയോഗപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ 60 വയസ്സും 70 വയസ്സും, അപ്പൊ പറയും ചിലര് അതിന് ആ പ്രായം ഉണ്ടോന്ന് എങ്ങനെ അറിയാം, ജീവിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അവരോട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ നാളെ എന്നൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണല്ലോ മനുഷ്യന് ഇന്ന് അധ്വാനിക്കാൻ പറ്റുന്നത്, ശരിയല്ലേ? പലരും പറയും തിങ്കളാഴ്ച ജോലി ഉള്ളത് കൊണ്ടാണ് ഞായറാഴ്ച ഇത്രയും ആസ്വദിക്കാൻ പറ്റുന്നത്. നാളെ എന്ന് പറയുന്നത് നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നാളെ നമ്മൾ ഭരിക്കുന്ന ആരെങ്കിലും അങ്ങനെ അത്രയും 100% ഉറപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് നിങ്ങൾ ജോലിക്കെങ്കിലും പോവില്ല. ഇന്നൊന്നും ഇൻകം ഏൺ ചെയ്യാൻ നമുക്ക് തോന്നില്ല. അപ്പൊ നാളെ എന്നുള്ള പ്രതീക്ഷകളാണ് മനുഷ്യനെ ഇൻകം ഏൺ ചെയ്യാനും, ആ ഏൺ ചെയ്യുന്ന ഇൻകത്തെ പ്രോപ്പറായിട്ട് നിങ്ങൾ അത്യാവശ്യം, ആവശ്യം, ആഗ്രഹം, സേവിങ്സ്, ഈ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒട്ടുമിക്കവർക്കും എനിക്ക് തോന്നുന്നു കടബാധ്യതകൾ കൂടുതൽ വരുത്താതെ അവർക്ക് ഉപകരിക്കും. നിലവിൽ കടമുള്ള ആളുകൾക്കാണെങ്കിലും ഈ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ എത്രയും പെട്ടെന്ന് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കുറച്ച് വരുമാനം ഉള്ളവരാണെങ്കിലും ഒരുപാട് വലിയ ഇൻകം ഉള്ളവരാണെങ്കിലും എപ്പോഴും നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് തന്നെ നമുക്കിത് ചെലവാക്കേണ്ടി വരും. നമ്മൾ ഒരിക്കലും ആർഭാടം അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് അതിനനുസരിച്ച് പോകണം എന്ന് ചിന്തിക്കുമ്പോഴാണ് 20,000 രൂപ സാലറി ഉള്ള ഒരാള് 1,00,000 രൂപ സാലറി ഉള്ള ഒരാളെ പോലെ ഒരിക്കലും ആകാൻ സാധിക്കില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുക. പിന്നെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഉണ്ടല്ലോ അതിലൊരു സന്തോഷമുണ്ട്. ഉള്ളത് കൊണ്ട് നമ്മൾ കഴിയുമ്പോൾ, കടമില്ലാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റും. ദീർഘമായിട്ടൊരു ആ കടം ഉണ്ടായിട്ടുള്ള ആളുകൾ അത് അടച്ച് വീട്ടിൽ തീർന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദീർഘമായിട്ടൊരു ശ്വാസം വിടാനായിട്ട് സാധിക്കും. സമാധാനമായല്ലോ എന്ന് വിചാരിച്ച്. ശരിയല്ല ഞാൻ ഈ പറയുന്നേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക്